ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ 4th ചാപ്റ്ററായ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഹോർമോൺസിൻ്റെ ഫങ്ഷനൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോർമോൺസ് ഒക്കെ പഠിച്ച സ്ഥിതിക്ക് ഇനി നമ്മളത് എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു മെക്കാനിസം നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിനൊരാളെ പരിചയപ്പെടാം. ഹൈപ്പോതലാമസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് ദ മാസ്റ്റർ കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഈ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും അത് എങ്ങോട്ടേക്ക് പറഞ്ഞു വരണം, എവിടെയാണ് അതിൻ്റെ നീഡ്, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ കൺട്രോളറായിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസിനെ. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ലൊക്കേഷൻ എവിടെയാടാ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പോതലാമസ് ബ്രെയിനിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ നമുക്കറിയാം. ഈ ഹൈപ്പോതലാമസ് ലിങ്ക്സ് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം. നെർവസ് സിസ്റ്റം നമ്മുടെ സ്റ്റിമുലേ കിട്ടിയിട്ട് അതിന് റെസ്പോൺസ് കൊടുക്കുന്ന നമ്മുടെ സെൻസ് ഓർഗൻസിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചു. അതിനെയും എൻഡോക്രൈൻ സിസ്റ്റം, ബോഡിയുടെ ഉള്ളിൽ ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ, അങ്ങനെ ടാർഗറ്റ് സെല്ലിൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഹൈപ്പോതലാമസിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റോള് നമുക്ക് നോക്കാം. ഡിസൈഡ്സ് വെൻ ഹോർമോൺ ഷുഡ് ബി മെയ്ഡ്. ഹോർമോൺ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്, ഈ ഉള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ കാര്യമൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ കൺട്രോൾഡ് ബൈ ദ ഹൈപ്പോതലാമസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതൊക്കെയാടാ? നമ്മൾ കുറേ ഗ്ലാൻഡുകളെ പഠിച്ചില്ലേ? ഈ പറഞ്ഞ ഗ്ലാൻഡുകളെല്ലാം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെയും കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് എന്തുകൊണ്ടാണ് മാസ്റ്റർ കൺട്രോളർ എന്ന് പേര് കൊണ്ട് നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡ്യൂസസ് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ, ഇതും നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ കാര്യമാണ്. അത് നമുക്ക് ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെയൊക്കെ കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പോതലാമസ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന വേറൊരാളും കൂടെ ഉണ്ട്. അവനാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവർ രണ്ടുപേരും കൂടെ കൺട്രോൾ ചെയ്താണ് ഈ സംഭവങ്ങളെ എല്ലാവരെയും നടത്തുന്നത്. ഈ ഹോർമോൺ റിലേറ്റഡ് തിങ്സ് എല്ലാം നമ്മളിപ്പോൾ പറയാൻ പോവാണ്. എല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാടാ? ജസ്റ്റ് ബിലോ ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതൊരു ഗ്ലാൻഡാണ്. ആ ഒരു ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ പാർട്സ് നമുക്ക് നോക്കാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, 2 പാർട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആദ്യം തൊട്ട് പറയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ഗ്ലാൻഡായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ പിറ്റ്യൂട്ടറിക്ക് എന്തുണ്ട്? 2 പാർട്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തേതാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, രണ്ടാമത്തേത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നതാണ് ഫ്രണ്ട് പാർട്ട്. ഓക്കെ, പോസ്റ്റീരിയർ അതിൻ്റെ ബാക്ക് പാർട്ടും ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ 2 പാർട്സും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്താ ചെയ്യുന്നത്? പ്രൊഡ്യൂസസ് ആൻഡ് റിലീസസ് ഹോർമോൺ ദാറ്റ് കൺട്രോൾ അതർ ഗ്ലാൻഡ്. കുറച്ച് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്കി ഗ്ലാൻഡുകൾ, ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് അതുപോലെയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്താ ചെയ്യുന്നത്? ബാക്ക് പാർട്ട്, പോസ്റ്റീരിയർ ബാക്ക് പാർട്ടാണെന്ന് നമ്മൾ പഠിച്ചു. അതെന്താ ചെയ്യുന്നത്? നമ്മളെങ്ങനെ പഠിക്കുന്നതെന്ന് അറിയാമോ? ബി പി എന്ന് പറയും. പി എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ അല്ലേ? ഇപ്പോൾ ബി പി ബാക്ക് പാർട്ട്, പോസ്റ്റീരിയർ ബാക്ക് പാർട്ടാണ്, മറ്റേതപ്പോൾ ഫ്രണ്ട് പാർട്ടാണെന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, അപ്പം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിൻ്റെ പരിപാടി എന്താ? ഡസ് നോട്ട് മേക്ക് ഹോർമോൺ. ഇവന്മാർ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതൊരു കാര്യമാണ്. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ബാക്കിലിരിക്കുന്നതായതുകൊണ്ട് ഇവന്മാർ ഇച്ചിരി ബാക്കിലോട്ടല്ലേ, അതുകൊണ്ട് ഇവന്മാർ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഓൺലി സ്റ്റോഴ്സ് ആൻഡ് റിലീസസ് ഹോർമോൺ മെയ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്തുണ്ടല്ലോ അതിനങ്ങ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ബി പി, ഏത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്ന കാര്യം. കുറച്ച് ബാക്കിലായതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്യത്തില്ലടാ? ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഹൗ ദേ ഓൾ ആക്ട് ടുഗെദർ. നമ്മൾ ഈ പറഞ്ഞ 2 ആൾക്കാരും അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത്? ഇവരെല്ലാവരും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, എന്താ നമുക്ക് കിട്ടുക? നമുക്ക് നോക്കാം. ഓക്കെ, ഹൈപ്പോതലാമസ് ഡിറ്റക്ട് എ നീഡ്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും?
നീഡ് ആവശ്യം മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റത്തിനെയും ഈ പറഞ്ഞ എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം സിഗ്നലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു സംഭവം ബ്രെയിനിന് അറിയാം, നമ്മുടെ ഹൈപ്പോതലാമസിന് അറിയാം. ഓക്കെ, പിറ്റ്യൂട്ടറിക്ക് അറിയത്തില്ലെങ്കിലും ഹൈപ്പോതലാമസിന് ഇതറിയാം. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസിന് മനസ്സിലാവും ഓക്കെ ഇവിടെ ആവശ്യമുണ്ട്, അപ്പോൾ ഇവിടെ സ്റ്റിമുലേക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ സെൻഡ് സിഗ്നൽ ടു ദ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയിലേക്ക് എന്ത് ചെയ്യും, ഹൈപ്പോതലാമസ് സിഗ്നൽ കൊടുക്കും. ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയാണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറി റിലീസസ് ഹോർമോൺ. പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും, ഹോർമോണിനെ റിലീസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിറ്റ്യൂട്ടറി ആണ് ബാക്കിയുള്ള ഗ്ലാൻഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ റിലീസ് ചെയ്ത ഹോർമോൺ എന്ത് ചെയ്യും, ഹോർമോൺ എങ്ങോട്ട് പോയി ആക്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലേ, എങ്ങോട്ടാ, ടാർഗറ്റ് സെല്ലിൽ. അപ്പോൾ ടാർഗറ്റ് ഗ്ലാൻഡിൽ. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്ത ഹോർമോണ് നേരെ പോയിട്ട് ടാർഗറ്റ് ഗ്ലാൻഡിൽ ചെന്ന് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഒന്നുകൂടെ പറയാം. ഹൈപ്പോതലാമസ് ആവശ്യത്തിന് ഡിറ്റക്ട് ചെയ്യും, നീഡ് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറിയിലേക്ക് സിഗ്നൽ കൊടുക്കും. തൊട്ട് താഴെ ആയതുകൊണ്ട് പെട്ടെന്ന് പോകാമല്ലോ. ഓക്കെ, ഒരു പാത്ത് വേ ഓർത്താൽ മതി, ലൊക്കേഷൻ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് നീഡ് ഡിറ്റക്ട് ചെയ്തു, അത് നേരെ പിറ്റ്യൂട്ടറിയിലേക്ക് സിഗ്നൽ കൊടുത്തു. പിറ്റ്യൂട്ടറി എന്ത് ചെയ്തു, പിറ്റ്യൂട്ടറി ആവശ്യമുള്ള ഹോർമോണിനെ എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. എന്നിട്ട് ആ ഹോർമോണ് ടാർഗറ്റ് സെല്ലിൽ പോയി ആക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോണിനെ പറ്റി പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ ADH. ADH എന്താണ്, വാസോപ്രസിൻ എന്ന് നമ്മൾ അതിനെ പറയും. ഇവന്മാരുടെ പരിപാടി എന്നാണെന്നറിയാവോ, നമുക്ക് 2 പരിപാടിയുണ്ട്. ഒന്നാമത്തത് മെയിനായിട്ട് വാട്ടർ ബാലൻസ്. നമ്മുടെ ബോഡിയുടെ വാട്ടർ ബാലൻസ് ഈ പറഞ്ഞ ADH ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും. ഓക്കെ, ഇതാണ് നമ്മുടെ ADHൻ്റെ ജോലി എന്ന് പറയണേ. ഇനി നമുക്ക് ഓക്സിറ്റോസിൻ്റെ നോക്കാം. ഓക്സിറ്റോസിൻ്റെ നമ്മൾ പണ്ടോട്ട് കേൾക്കുന്നതാണ് യൂട്ടറൈൻ കോൺട്രാക്ഷൻ. ഇപ്പോൾ ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ ആ ഒരു യൂട്രസ് കോൺട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യമൊക്കെ എന്താ, യൂട്ടറൈൻ കോൺട്രാക്ഷനൊക്കെ ഈ പറയുന്ന ഓക്സിറ്റോസിൻ ആക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്, നടക്കുന്നത്. ഓക്കെ, അപ്പം യൂട്ടറൈൻ കോൺട്രാക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് തന്നെ മിൽക്ക് ഇജക്ഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പം ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചൈൽഡ് ബർത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അത് യൂട്രൈൻ കോൺട്രാക്ഷനും അതുപോലെ തന്നെ യൂട്രസും എന്താ മിൽക്ക് ഇജക്ഷനും. ഓക്കെ, മിൽക്ക് ഇജക്ഷൻ, ഇത് രണ്ടുമാണ് നമ്മുടെ ഓക്സിറ്റോസിൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഈ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, അത് ഹോർമോൺ സെക്രീഷനെ സ്വിച്ച് ഓൺ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് ഓൺ ഹോർമോൺ സെക്രീഷൻ. അപ്പോൾ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, സ്വിച്ച് ഓഫാ ചെയ്യുക. ഓക്കെ, സോറി, സ്വിച്ച് ഓഫ് ഹോർമോൺ സെക്രീഷൻ. ഓക്കെ, ഹോർമോൺ സെക്രീഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ ജോലി. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും അതിൻ്റെ ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ഫംഗ്ഷനും കൂടെ പറഞ്ഞു, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഹൈപ്പോതലാമസ് പഠിച്ചു, അതിൻ്റെ ലൊക്കേഷൻ പഠിച്ചു, അതിൻ്റെ എന്തും പഠിച്ചു, അത് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചു. ഇനി നമുക്ക് നേരെ എന്ത് പോവാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോണിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ടടാ, ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് 2 ലോബുണ്ട്. പോസ്റ്റീരിയർ ഏത് പാർട്ടാ, പെട്ടെന്ന് പറഞ്ഞേ, പറഞ്ഞായിരുന്നു BP ആന്ന് പറഞ്ഞു. അപ്പം ബാക്ക് പാർട്ടാണ് പോസ്റ്റീരിയർ. ഓക്കെ, അപ്പം ഇത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പം ആദ്യം നമുക്ക് ആൻറ്റീരിയറിൻ്റെ നോക്കാം. ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ഹോർമോണിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തത് TSH. TSH എന്താണെന്നറിയാവോ, അതിന് ഫുൾ ഫോം ഉണ്ട്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്നാടാ, സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ TSH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ എന്നാടാ, ACTH. ACTH ഓർമ്മയുണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താ, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതായത് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? കോർട്ടിക്കോ ഹോർമോൺസ് നമ്മൾ പഠിച്ചു. അപ്പം ഈ പറഞ്ഞ സാധനമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ACTH എന്ന് പറഞ്ഞാൽ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ഓക്കെ, അതെങ്ങനെയാ നോക്കിയേ, ACTH. ഓക്കെ,
അതാണ് നമ്മുടെ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. പേര് ഇച്ചിരി ലോങ് ആണ്, ഓർത്ത് വെച്ചാൽ മതി സിമ്പിളായിട്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ് മൂന്നാമത്തെ? GTH. അതെന്നാ? ഗൊനാഡോട്രോപ്പിക് ഹോർമോൺ. ഗൊനാഡോട്രോപ്പിക് ഹോർമോൺ. ഓക്കെ, ഇനി എന്താ? ഇത് ഗ്രോത്ത് ഹോർമോൺ ആണ്. നമ്മൾ പഠിച്ചു GH എന്ന് പറയും. GH എന്നും സൊമാറ്റോട്രോപ്പിൻ രണ്ടും കാണിക്കും. ഓക്കെ, GH എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ സൊമാറ്റോട്രോപ്പിൻ ഏതാ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഫംഗ്ഷൻ സെയിം കാണിച്ചാലും GH ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൊമാറ്റോട്രോപ്പിൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊലാക്റ്റിനും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 പഠിച്ചു. ഇനി നമുക്ക് എന്ത് നോക്കാം? പോസ്റ്റീരിയർ ലോബ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോസ്റ്റീരിയർ ലോബ് എന്ത് ചെയ്യുന്നില്ല? പോസ്റ്റീരിയർ ലോബ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ബാക്കാണ്. ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് അതെന്താ? ഹോർമോൺ പ്രൊഡക്ഷനിൽ കുറച്ച് ബാക്കാണ്. അതുകൊണ്ട് അതെന്താ ചെയ്യുക? അതിനെ സെക്രേറ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലേ? അതിനെ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച സാധനത്തിനെ നമ്മൾ റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിലീസസ് ഹോർമോൺ മെയ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നേരത്തെ റിലീസ് ചെയ്ത് വെക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന ആ പറഞ്ഞ ഹോർമോണിനെ ഇങ്ങോട്ട് പോസ്റ്റീരിയർ ലോബിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അതിനെ റിലീസ് ചെയ്യുക മാത്രമാണ് ഈ പോസ്റ്റീരിയർ ലോബിൻ്റെ പണി. ബാക്കി എല്ലാത്തിനും അത് ബാക്കിലാണ്. ഓക്കെ, അപ്പം ആ ഹോർമോൺസ് ഏതൊക്കെയാ? ഓക്കെ, ഒന്നാമത്തെ എന്നാടാ? ADH. അതെന്തുവാ? ആൻറ്റി ഡ്യൂററ്റിക് ഹോർമോൺ. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേറെ പേരുണ്ട്, വാസോപ്രസിൻ എന്ന് പറയും. ഓക്കെ, അപ്പം ADH ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിറ്റോസിനും ഉണ്ട്. ഓക്സിറ്റോസിൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എവിടെ കണ്ടോ? ഓക്സിറ്റോസിൻ, യൂട്രൈൻ കൺട്രാക്ഷൻ, മിൽക്ക് ഇജക്ഷൻ. ADHനെ പറ്റി നമ്മൾ പറഞ്ഞു. വാസോപ്രസിൻ നമ്മൾ പറഞ്ഞു എന്തുവാ? വാട്ടർ ബാലൻസും ബ്ലഡ് പ്രഷറാണ്. നമ്മൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതാണ്, അല്ലേ? അതിനെ റിലീസ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഈ പറഞ്ഞ പോസ്റ്റീരിയർ ലോബിനുള്ളത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയില്ലേ? അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ 2 ലോബും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി നോക്കിക്കേടാ, നമുക്കൊന്ന് നോക്കാം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അതിൻ്റെ ഹോർമോണും ഫംഗ്ഷനും ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോണേ. ഓക്കെ, ആദ്യമായിട്ട് ഹൈപ്പോതലാമസിൽ നമുക്ക് എന്താ ചെയ്യുക? ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും? The releasing hormones and inhibitory hormone produced here reaches the anterior lobe of the pituitary. ഇവിടെ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോണൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇവന്മാരുടെ ഫംഗ്ഷൻ നോക്കിക്കോ. റിലീസിങ് ഹോർമോൺ റീച്ചസ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺ. ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ പറഞ്ഞ റിലീസിങ് ഹോർമോൺ ഉള്ളത്. അതുപോലെ തന്നെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഈ ഇൻഹിബിറ്ററി ഹോർമോൺസിനുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇൻഹിബിറ്ററി ഹോർമോണും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് റിലീസിങ് ഹോർമോണും. അങ്ങനെയാണ് ഈ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? ഇതിൻ്റെ ആ പറഞ്ഞ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു TSH. അത് ഏതായിരുന്നല്ല? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആയിരുന്നു, അല്ലേ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അവരെന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ACTH നമ്മൾ പറഞ്ഞല്ലോ. അത് ഏതാ? അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അവന്മാർ എന്താ ചെയ്യണേ? സ്റ്റിമുലേറ്റ് അഡ്രിനൽ കോർട്ടെക്സ്. ഈ പറഞ്ഞ അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഏതാ? GTH നമ്മൾ പറഞ്ഞല്ലോ, ഗൊനാഡോട്രോപ്പിക് ഹോർമോൺസ് ആണ്. ഇവരെന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ്സ് ദ ആക്ഷൻ ഓഫ് ഓവറി ആൻഡ് ടെസ്റ്റിസ്. ഈ പറഞ്ഞ പ്രൈമറി സെക്സ് ഓർഗൻസിനൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഗൊനാഡോട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്ത ഏതാ? സൊമാറ്റോട്രോപ്പിൻ. ഇതാണ് നമ്മൾ പറഞ്ഞ GH, ഗ്രോത്ത് ഹോർമോൺ ഏതാ? അതിന് വേറൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഗ്രോത്ത് ഓഫ് ദ ബോഡി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഓഫ് ദ ബോഡിയാണ്, അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ആണ് മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രൊലാക്റ്റിൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ എന്ത്? ആൻറ്റീരിയർ ലോബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ പാർട്ട് നോക്കാം. നോക്കിക്കേടാ. പ്രൊഡ്യൂസസ് വാസോപ്രസിൻ, ADH ആൻഡ് ഓക്സിജൻ. വാസോപ്രസിൻ ആണ്, ADH നമുക്കറിയാം. അപ്പോൾ ഇവരുടെ ഇത് ആരുടെ പരിപാടിയാണ്? ഫിഗർ നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും, കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹൈപ്പോതലാമസ് ആണ് എന്ത്? ഓക്സിറ്റോസിനും ADHും എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ റീച്ചസ് ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ത്രൂ നെർവ് ഫൈബർ. ഈ പറഞ്ഞ നെർവ് ഫൈബറിൽ കൂടെ എന്ത് ചെയ്യും? ഇവിടെ പോസ്റ്റീരിയർ ലോബിലെത്തും. ഇതാണ് നമ്മുടെ പോസ്റ്റീരിയർ ലോബ്. അവിടെ എത്തും. എന്നിട്ട് എന്ത് ചെയ്യും? സെക്രിയേറ്റ്സ് ADH ആൻഡ് ഓക്സിറ്റോസിൻ വെൻ റിക്വയർഡ്. ആവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ ADHനെയും ഓക്സിറ്റോസിനെയും റിലീസ് ചെയ്യും. ഓക്കെ, നോക്കിക്കേ. ADH എന്ത് ചെയ്യും? റീഅബ്സോർബ്സ് വാട്ടർ ഫ്രം കിഡ്നിന്ന് വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത് ADH ആണ്. ഓക്കെ, ഇനി ഓക്സിറ്റോസിൻ്റെ പരിപാടി നോക്കിക്കേ. ലാക്ടേഷൻ, നമ്മുടെ ഈ മിൽക്ക് ഇജക്ഷൻ,
നമ്മൾ പറഞ്ഞല്ലോ ഓക്സിറ്റോസിൻ ബർത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിലേഷനുള്ളൊരു ഹോർമോണാണ്. അത് മിൽക്ക് ഇജക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂട്രൈൻ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും ഒക്കെ. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ നോക്കിക്കേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഡിസോർഡേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേരാ, ഡോഫിസം. ഓക്കെ, അതെന്തുവാ? ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസസ് ഡ്യൂറിങ് ദി ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ നമുക്ക് എന്ത് വേണം? ഗ്രോത്ത് ഹോർമോൺ വേണം, GH വേണം അല്ലേ, സൊമാറ്റോട്രോപ്പിൻ വേണം. അതിന് നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ ഡിക്രീസ് ആയി കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ അത് ഉള്ളപ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക? സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. നമ്മൾ കുള്ളന്മാരായി പോകുന്നത് ഭയങ്കര അതിൻ്റെ ആ ഒരു ഹോർമോണിൻ്റെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പൊക്കം വയ്ക്കാത്തതിൻ്റെ റീസണും ഈ പറഞ്ഞ ഡോഫിസമാണ്. ഓക്കെ, എന്ത് ഗ്രോത്ത് ഹോർമോൺ നമുക്ക് കുറവായിട്ടുള്ളപ്പോഴാണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ജൈജാൻറ്റിസം. ജൈജാൻറ്റിസം എങ്ങനെയാണ് ഉണ്ടാവുക? ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് ഗ്രോത്ത് ഫേസിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ജൈജാൻറ്റിസം ഉണ്ടാവുക. ജൈജാൻറ്റിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസീവായിട്ട് നമ്മുടെ ബോഡി പാർട്സിൻ്റെ ചില പാർട്സ് എന്താ ലൈക്ക് എക്സസീവായിട്ട് വരും. പിന്നെ ഭയങ്കര ടോളാവും. നമ്മൾ കാണത്തില്ലേ ചില ലൈക്ക് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും, ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മറ്റേ ഈഫിൽ ടവറിൻ്റെയൊക്കെ താഴത്ത് പോയി നിന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെയാണ്? എക്സസീവ് ബോഡി ഗ്രോത്ത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്താ? ഗ്രോത്ത് ഹോർമോൺ അവരുടെ ഗ്രോത്ത് ഫേസിൽ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടന്നിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിക്കേ, ആക്രോമെഗലി. ഇതെന്താ സംഭവം? നമ്മൾ കേട്ടിട്ടില്ല അധികം. ഓക്കെ, ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസ് കഴിഞ്ഞു. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരാൾ വളരേണ്ട ഒരു ഫേസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പറയത്തില്ലേ, ഇത്ര പ്രായം വരെ വളരത്തുള്ളൂ, 10-18 വയസ്സായില്ലേ, ഇനി അങ്ങോട്ട് വളരത്തില്ലേ, ഇനി പൊക്കം വയ്ക്കത്തില്ല, ഇങ്ങനെ പറയത്തില്ലേ? അതുപോലെ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ ഭയങ്കര കൂടുതലായിട്ടുണ്ടായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ആക്രോമെഗലി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി പാർട്സ് സച്ച് ആസ് പാംസ്, ഫൂട്ട്സ്, ജോസ്. ഇപ്പോൾ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ടും വലുതാവും. അതുപോലെ ഫീറ്റ്, ജോ ഭയങ്കര, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫിഗറൊക്കെ ഉണ്ട്. ഇപ്പം താടിയെല്ലൊക്കെ ഭയങ്കരമായിട്ടും വലുതായിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആക്രോമെഗലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ 3 കണ്ടീഷൻ. നമുക്ക് എളുപ്പമാണ്. ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടി വരുമ്പോഴത്തേക്കിനും എന്ത് പറ്റും? നമുക്ക് ഈ പറഞ്ഞ ജൈജാൻറ്റിസം വരും. കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഡോഫിസം ആകും. അതുപോലെ തന്നെ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് ഇത് കൂടുതലായിട്ട് സൊമാറ്റോട്രോപ്പിൻ ഉണ്ടാകുമ്പോഴാണ് ആക്രോമെഗലി ഉണ്ടാവുക. ഓക്കെ, അപ്പം വാട്ടർ ബാലൻസ് ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻഡ് ബൈ, നമ്മൾ നേരത്തെ പഠിച്ചു, ആരാടാ? വാസോപ്രസിൻ. ഓക്കെ, വാസോപ്രസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിൻ ആണ്, പക്ഷെ റിലീസ് ചെയ്യുന്നത് എവിടെയാ? പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി അല്ലേ? നമ്മൾ പഠിച്ചു, PP പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വാസോപ്രസിൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് വാസോപ്രസിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വി നോ ദാറ്റ്. Excessive heat and sweating during summer can lead to dehydration, which increases the production of vasopressin. ഓക്കെ, അപ്പോൾ വാസോപ്രസിൻ എപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അടുത്ത ഇമേജിൽ നിങ്ങളിത് പറയണം, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എപ്പോഴാണ് വാസോപ്രസിൻ്റെ അളവ് കൂടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എക്സസീവ് ഹീറ്റ് ആൻഡ് സ്വെറ്റിംഗ്. നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുമ്പോൾ നമ്മൾ വിയർക്കും. അപ്പോൾ കൂടുതലായിട്ട് വിയർക്കുമ്പോഴും എന്ത് പറ്റും? സമ്മറിലാണ് നമ്മൾ കൂടുതലായിട്ട് വിയർക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമടാ? ഡീഹൈഡ്രേഷൻ റീസൺ ആവും. അപ്പം നമ്മൾ സമ്മറിൽ അത്യാവശ്യം നമ്മൾ ഭയങ്കരമായിട്ടും ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വെറ്റിങ് യൂറിനേഷനും കണ്ടിന്യൂസ്ലി നമുക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, നമുക്ക് അറിയാതെ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ എന്ത് പറ്റും? നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് വിയർത്ത് നമ്മുടെ ബോഡിയിലെ വെള്ളം മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുവടാ? ഇൻക്രീസ് ആവും. അപ്പോൾ ഇറ്റ് സ്പീഡ് അപ്പ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻ ദ കിഡ്നി. അത് നമ്മുടെ കിഡ്നിയിലെ വാട്ടർ റീഅബ്സോർപ്ഷനെ ഇൻക്രീസ് ആക്കും, സ്പീഡപ്പ് ആക്കും. ഓക്കെ, അപ്പോൾ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ യൂറിൻ എന്ന് പറഞ്ഞ് പോകാനായിട്ട് വെച്ചേക്കുന്ന ആ ഒരു ലിക്വിഡിൽ നിന്നും നമ്മുടെ കിഡ്നി റീഅബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള മിനറലും അതിൽ നിന്ന് വാട്ടറും. ഓക്കെ, നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അതിനെ എക്സ്പെൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ സ്പീഡപ്പ് ചെയ്യും, റീഅബ്സോർപ്ഷനെ സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ആസ് എ റിസൾട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ ഡിക്രീസസ് ആൻഡ് ഡീഹൈഡ്രേഷൻ ഇസ് പ്രിവെൻറ്റഡ്. അപ്പോൾ യൂറിനായിട്ട് പോകുന്ന ആ ഒരു എമൗണ്ടിനെ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ അതിൽ നിന്ന് എല്ലാം എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ എടുത്തു. ഓക്കെ, അപ്പം യൂറിനായിട്ട് പുറത്തേക്ക് എക്സ്പെൽ ആവുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് ആയി നിൽക്കും. ഓക്കെ, അതൊരു ലെവലായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും. ഓക്കെ,
ഇനി നേരെ തിരിച്ച് ഡ്യൂറിങ് വിൻ്ററിലാണെങ്കിലോ, സിൻസ് ഡീഹൈഡ്രേഷൻ ത്രൂ സ്വെറ്റിംഗ് ഈസ് റെഡ്യൂസ്ഡ്, നമുക്ക് സ്വെറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന ഒരു എമൗണ്ട് നമ്മുടെ ബോഡിയിൽ നിശ്ചിതമായിട്ടുണ്ട്. ഓക്കെ, അത് പോകുന്നില്ല. ഓക്കെ, തണുപ്പ് കാലത്ത് നമ്മൾ ആരെങ്കിലും വിയർക്കുമോ? ഇല്ല, വിയർക്കത്തില്ല. അപ്പോൾ അത് റെഡ്യൂസ്ഡ് ആയതുകൊണ്ട് ദ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നിയും എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഡിക്രീസ് ചെയ്തേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ കിഡ്നിയിൽ നിന്നുള്ള റീ അബ്സോർപ്ഷൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും യൂറിനായിട്ട് പോകുന്നതും കുറവല്ലേ? നമ്മൾ റീ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ യൂറിനായിട്ട് പോകുന്ന ഒരു എമൗണ്ടും കുറവല്ലേ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളം കുറയ്ക്കാൻ വേണ്ടി സ്വെറ്റിൽ നിന്ന് നമ്മൾ ഒന്നാമതേ വെള്ളം പോകുന്നില്ല. ഓക്കെ, സ്വെറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് എമൗണ്ട് പോകുന്നില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ യൂറിനിൽ നിന്ന് കളയാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ റീ അബ്സോർപ്ഷനെ കുറയ്ക്കും. റീ അബ്സോർപ്ഷൻ നമുക്ക് വേണ്ട. ഓക്കെ, അധികം ഫാസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യത്തില്ല. റീ അബ്സോർപ്ഷൻ അധികം അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിക്കോ. ഓക്കെ, കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹിൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേടാ. പ്രൊഡക്ഷൻ ഓഫ് ADH കൂടുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ADH ഇൻക്രീസസ്. അതുപോലെ തന്നെ ADH ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻക്രീസ്, വാട്ടർ അതുപോലെ തന്നെ ഡിക്രീസ്, യൂറിൻ്റെ ഇൻക്രീസും ഡിക്രീസും തന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്? ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, അപ്പോൾ നമ്മളത് ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. കൺഫ്യൂസിങ് ആണ്, ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഹോമിയോസ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആ ഒരു മെയിൻ്റനൻസ് ലെവലാണ്, നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൂടുമ്പോൾ ഉള്ള സംഭവമാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലഡിലെ വെള്ളത്തിൻ്റെ അളവ് കൂടി. ഓക്കെ, എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ബ്ലഡ് ഇൻക്രീസ് ആയപ്പോൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം ബേസിക്കലി? ഓക്കെ, ഇപ്പോൾ എൻ്റെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ആ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യൂറിനിലൂടെ അത് കളയണം. ഓക്കെ, അത് എക്സ്പെൽ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ സ്വെറ്റിംഗ് നമുക്ക് കൂടുതലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അതൊരു ചെറിയ എമൗണ്ട് ആണ്. അപ്പം നമ്മൾ നോർമലി എന്ത് ചെയ്യും? നമുക്കിവിടെ തന്നേക്കുന്നത് എന്തുവാ? യൂറിനാണ്. ഓക്കെ, അപ്പോൾ യൂറിൻ അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്കത് അവിടെ എഴുതാം, ഫിൽ ചെയ്യാം. ആദ്യം നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ വെള്ളത്തിൻ്റെ അളവ് കൂടി, അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ ഇൻക്രീസ് ചെയ്യണം അല്ലേ? യൂറിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. ഇനി അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ADHൻ്റെ കാര്യം നോക്കാം. ADH എന്തുവാണ് ചെയ്യുന്നത്? റീ അബ്സോർപ്ഷനെ കൂട്ടുവാണ് ചെയ്യുന്നത്. റീ അബ്സോർപ്ഷൻ്റെ അളവ് കൂട്ടുന്നു. റീ അബ്സോർപ്ഷൻ്റെ റേറ്റ് കൂട്ടുവാണ് ADH വാസോപ്രസിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ തൊട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം റീ അബ്സോർപ്ഷൻ കൂടിയാൽ എന്ത് പറ്റും? യൂറിൻ കുറയുകയും നമ്മുടെ ബോഡിയിലെ വെള്ളം കൂടുകയും ചെയ്യും. കാരണം നമ്മുടെ യൂറിൻ ഇന്ന് വീണ്ടും അബ്സോർബ് ചെയ്ത് എടുക്കുവാണ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ട് ADH കൂടിക്കഴിഞ്ഞാൽ റീ അബ്സോർപ്ഷൻ കൂടും. നമുക്ക് റീ അബ്സോർപ്ഷൻ കൂടണോ? വേണ്ട, നമുക്ക് യൂറിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ADH ഡിക്രീസ് ചെയ്യണം. പ്രൊഡക്ഷൻ ഓഫ് ADH ഡിക്രീസ്. അതുപോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്യും? റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഡിക്രീസ്. അങ്ങനെ യൂറിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ എമൗണ്ടിനെക്കാട്ടിലും ബ്ലഡിൽ വാട്ടറിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ എന്താ ചെയ്യുക? നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുക അല്ലേ? അപ്പോഴത്തേക്കും യൂറിനിൽ കൂടെ എക്സ്പെൽ ചെയ്യേണ്ടത് കുറയണം. കാരണം നമ്മുടെ ബോഡിയിൽ ഇല്ലല്ലോ വെള്ളം. അപ്പോൾ യൂറിൻ മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് യൂറിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ADHനെ കൂട്ടണം. അപ്പോൾ എന്ത് പറ്റും? റീ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ യൂറിനിൽ കൂടെ കളയുന്ന എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വാട്ടർ ബാലൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ADHൻ്റെ റോൾ എന്താണ്, റീ അബ്സോർപ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റീപ്രൊഡക്ഷനും ബർത്തും അതിലെങ്ങനെയാണ് ഈ പറഞ്ഞ ഹോർമോണിൻ്റെ ഏതൊക്കെ ഹോർമോണാണ്, അതിൻ്റെയൊക്കെ റോൾ എന്താണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റീപ്രൊഡക്ഷൻ ആൻഡ് ബർത്ത്. ഓക്കെ, ആദ്യം നമുക്ക് റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോണിനെ നോക്കാം. എന്തുവാടാ? ആദ്യത്തെ ഹോർമോൺ എന്താ? ടെസ്റ്റോസ്റ്റെറോൺ എവിടെയാണ്? നമുക്കറിയാം, അത് ടെസ്റ്റിസിലുള്ള ഹോർമോണാണ്. അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ദ ആക്ടിവിറ്റി ഓഫ് മെയിൽ സെക്സ് ഓർഗൻസ്, സ്പേം പ്രൊഡക്ഷൻ, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈക്ക് സൗണ്ട് ചേഞ്ച് ചെയ്യുക, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഫങ്ഷൻസ് ആണ്, ലൈക്ക് നമുക്കറിയാം അത്. ഓക്കെ, ഇനി ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നമുക്കറിയാം, അത് ഫീമെയിൽ ഹോർമോണാണ്. അത് എവിടെയുള്ളത്? ഓവറിയിലാണുള്ളത് രണ്ടും. ഓക്കെ, ഇനി ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. എന്തുവാടാ? ദ ആക്ടിവിറ്റി ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻ നമുക്കറിയാം. പ്രൊഡക്ഷൻ ഓഫ് ഓവം, മെൻസ്ട്രൽ സൈക്കിൾ, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റെറോൺ ഈസ്ട്രജനിൽ ലൈക്ക് മെയിൻ
ലൈക്ക് സിമിലർ ആയിട്ട് വരുന്നൊരു പോയിന്റാണ് കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ആക്ടിവിറ്റി ഓഫ് മെയിൽ ആൻഡ് ലൈക്ക് സെക്സ് ഓർഗൻ, ഫീമെയിലും മെയിലും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ആ 2 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ഥലത്തും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പ്രൊജസ്ട്രോൺ നോക്കാം. അതും ഫീമെയിൽ ഹോർമോൺ ആണ്. എവിടെയാണ്? ഓവറിയിലാണ്. മെയിൻറ്റെയിനിങ് ദ ഫീറ്റസ് ഇൻ ദ യൂട്രസ്. യൂട്രസിൽ അതായത് ബേബി ഉണ്ടായി കഴിയുമ്പോൾ വർക്ക് ആവുന്ന ഒരു ഹോർമോണാണ് ഈ പറഞ്ഞ പ്രൊജസ്ട്രോൺ. ഓക്കെ, അപ്പോൾ മെയിൻറ്റെയിനിങ് ദ ഫീറ്റസ് ഇൻ ദ യൂട്രസ്, യൂട്രസിലെ ഫീറ്റസിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിൻ്റെ കോർപ്പസ് ല്യൂട്ടിയം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത്. രണ്ടിടത്തും ഒരുപോലെയാണ്, പക്ഷേ രണ്ടുപേരുടെ ഫംഗ്ഷൻസ് വേറെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രൊജസ്ട്രോൺ നമുക്ക് പഠിക്കാനില്ല, +1 പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നോക്കാം ബർത്ത് റിലേഷൻ. റീപ്രൊഡക്ഷൻ ആൻഡ് ബർത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. നമുക്ക് ബർത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹോർമോണിനെ നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് എന്തുവാടാ? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു മിൽക്ക് ആൻഡ് മാമറി എന്ന് വെച്ചാൽ മിൽക്ക് പ്രൊഡക്ഷൻ, മാമറി ഗ്ലാൻഡിൻ്റെ ലൈക്ക് ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊലാക്റ്റിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ആൻറ്റീരിയർ ലോബിലാണെന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇനി ഓക്സിറ്റോസിൻ എന്തുവാ? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്, നമുക്കറിയാം. നമ്മൾ നേരത്തെ തൊട്ട് പഠിക്കുന്നതാണ്. മിൽക്ക് ഇജക്ഷനും യൂട്രൈൻ കോൺട്രാക്ഷനുമാണ് അതിൻ്റെ ഫംഗ്ഷൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടാണ് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു തലത്തിലേക്കാണ്, ഫെറോമോൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹോർമോൺ പോലെ തന്നെ ഇപ്പം നമുക്ക് ഹോർമോൺ ഉള്ള പോലെ തന്നെ വേറൊരു ടൈപ്പാണ് ഈ പറഞ്ഞ ഫെറോമോൺ. ഇതെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ദേ ആക്ട് ലൈക്ക് കെമിക്കൽ സിഗ്നൽ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇത് എക്സ്റ്റേണലി ഉള്ളതാണ്. ഓക്കെ, ഇത് കെമിക്കൽ സിഗ്നലാണ്, കെമിക്കൽ സിഗ്നൽ തന്നെയാണ്, ഹോർമോണും കെമിക്കൽ സിഗ്നലാണ്. പക്ഷേ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇവർ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൈപ്പ് നോക്കാം, ഫെറോമോണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ഒന്നാമത്തെ എന്തുവാ? ടെറിട്ടറിയൽ ഫെറോമോൺ. ഇതെന്ന് പറഞ്ഞാൽ ടെറിട്ടറി, ഓക്കെ ദിസ് ഇസ് മൈ ഏരിയ എന്ന് പറയുന്നൊരു ഹോർമോണാണ് എന്ന് പറയുന്നൊരു ഫെറോമോണാണ് ഈ പറഞ്ഞ ടെറിട്ടറിയൽ ഫെറോമോൺ. ഓക്കെ, ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഡോഗൊക്കെ, ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഈ ഡോഗിൻ്റെ സ്മെല്ലിങ് കൊണ്ടിട്ട് ലൈക്ക് ദിസ് ഇസ് മൈ ഏരിയ എന്ന് കണ്ടുപിടിക്കത്തില്ലേ? ആ ഒരു സാധനമാണ് ഈ ടെറിട്ടറിയൽ ഫെറോമോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് അഗ്രിഗേഷൻ ഫെറോമോൺ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളാടാ. ഈ ഫുഡ് ഇതുണ്ടോ? അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടത്തില്ലേ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സാധനമാണ് ഈ പറഞ്ഞ അഗ്രിഗേഷൻ ഫെറോമോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻറ്റിൻ്റെ കാര്യത്തിൽ പറയാം. അതൊരു ലൈക്ക് അതിന് മോസ്റ്റ് ഓഫ് ദ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾ. ബിക്കോസ് ഫുഡ് ഇപ്പം ഒരു പഞ്ചസാര തരി അവിടെ കിടക്കുന്നത് കണ്ടു, അപ്പോൾ ഒരു ഉറുമ്പ് മാത്രമല്ലല്ലോ വരുന്നത്, അത് കാണുന്നതുകൊണ്ടല്ലല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ ചില സ്ഥലത്ത് ഒളിപ്പിച്ച്, ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത് ബക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും വെക്കുക. എവിടെയോ കിടക്കണ ഉറുമ്പിന് ഇത് ബക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള സംഭവം. അതെങ്ങനെ നടക്കുക? ഞാൻ എപ്പോഴും ആയിരിക്കും നമ്മൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാൽ ഈ സാധനം വരിക. അത് ഈ പറഞ്ഞ അഗ്രിഗേഷൻ ഫെറോമോണാണ്. കാരണം ഈ അവൈലബിലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പം ഈ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ അഗ്രിഗേഷൻ ഫെറോമോണാണ്. ഓക്കെ, ഇനി അലാം ഫെറോമോൺ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കാണാം? മൂന്നാമത്തത് ഏതാടാ? അലാം ഫെറോമോൺ. ഓക്കെ, അലാം ഫെറോമോൺ സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ബി ഇപ്പോൾ നമ്മൾ തേനീച്ചക്കൂട്ടിലൊരു കല്ലെറിഞ്ഞു, അപ്പോൾ തന്നെ ആ ഒരു സൗണ്ട് വെക്കും അല്ലേ? ഇതാണ് അലാം ഫെറോമോൺ. അത് ഡേഞ്ചർ ആണ് എന്ന് മറ്റുള്ളവർക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, ഇനി നാലാമതായിട്ട് നമ്മൾ എന്തോ പഠിക്കുന്ന ട്രെയിൽ ഫെറോമോൺ. ട്രെയിൽ ഫെറോമോൺ എന്താ? അതിൻ്റെ എക്സാമ്പിളും ഈ ആൻഡ് തന്നെയാണ്. ലൈക്ക് ഇങ്ങനെ വരിവരിയായിട്ടാണ് ഇവർ പോവുക. ലൈക്ക് ഇവർ കൂട്ടം തെറ്റത്തില്ലല്ലോ. അപ്പം സെയിം ആയിട്ട് ഇവരിങ്ങനെ എവിടെയാണെങ്കിലും എത്ര വളമുണ്ടെങ്കിലും ഒരേപോലെ തന്നെ ട്രെയിലായിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് എന്താണ്? സെക്സ് ഫെറോമോൺ. ഓക്കെ, സെക്സ് ഫെറോമോൺ എന്താ? ട്രാക്ട് മേറ്റ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ടൈപ്പ് ഓഫ് ഫെറോമോൺസും പഠിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യമേ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, പ്ലാന്റ്സിൻ്റെ ഹോർമോൺസ് പഠിച്ചു, അവരുടെ ഫ്ലവറിങ്ങിലേക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ഇതൊക്കെ പഠിച്ചു. നമ്മൾ ഹ്യൂമനിലേക്ക് വന്നു, ഹ്യൂമൻ്റെ ഹോർമോൺ പഠിച്ചു, അവരുടെ ഫങ്ഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ കുറേ ഡിസോർഡേഴ്സ് പഠിച്ചു അല്ലേ, കുറേ കണ്ടീഷൻസ് പഠിച്ചു. അതുപോലെ നമ്മളിപ്പോൾ ഫെറോമോൺസും പഠിച്ചു. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഇതിലെന്തൊക്കെ വലിയ റോളാണ് ചെയ്യുക, അവരെങ്ങനെയാണ് ഇതിനൊക്കെ മാനേജ് ചെയ്യുക, ഇതിനെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ക്യൂരിയോസിറ്റി തരുന്നൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.